എന്തോട് ശബ്ദം കേട്ടോ? എന്ത് പറ്റി? ശ്രീ പെട്ടെന്ന് വിളിച്ചപ്പോ ഞെട്ടി പാത്രം കയ്യിൽ നിന്ന് പോയി. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ കാരണേ. സാരമില്ല, പോട്ട്. നീ കൊച്ചിനെ പോയി റെഡിയാക്കി, നീ പോവാൻ സമയമാണ്. ഓ, എന്തിനാണ് ഇപ്പൊ നിന്ന് ചിണുങ്ങണേ? ഞാൻ നിന്നെ വഴക്കൂല്ലോ പറഞ്ഞ. ചുമ്മാ ചെറിയ കാര്യത്തിൽ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യാതെ. ശ്രീ, ഞാൻ മനഃപൂർവ്വം കാണിക്കുന്നതല്ല. ഇതൊന്നും എന്റെ കൺട്രോളിലല്ല. ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് ചൊറിഞ്ഞു പറഞ്ഞത്. നീ കൊച്ചിനെ പോയി റെഡിയാക്കാൻ നോക്ക്. പറഞ്ഞ ജോലി ഇപ്പോ. ആ എടി, പിന്നെ നാളെ ചെക്കപ്പിന് രേണു ചേച്ചിയുടെ അടുത്തൂടെ വരാൻ പറയാം. എനിക്ക് വരാൻ പറ്റില്ല, മീറ്റിംഗ് ഉണ്ട്. രാവിലെ തന്നെ ഗ്രൂപ്പിൽ കിടന്ന് ചൊറി തുടങ്ങി. ഈ സമയത്ത് എന്റെ കൂടെ വരുന്നതിനേക്കാളും വലുതാണ് നിങ്ങൾക്ക് മീറ്റിംഗ്. ഞാൻ അതിന്റെ പേരും പറഞ്ഞ് തുടങ്ങല്ലേ. എനിക്ക് വയ്യ. ഒറ്റയ്ക്ക് പോകാന്നല്ലോ പറഞ്ഞേ. ചുമ്മാ ആദ്യത്തെ പ്രസവം പോലെ കിടന്ന് കാണിക്കണത്. അതിന് ആദ്യത്തെ പ്രസവത്തിന് ശ്രീ എന്റെ കൂടെ എപ്പോ വന്ന്? 1-2 തവണ വന്നു കാണും. പിന്നെ അമ്മയും ചേച്ചിയൊക്കെ തന്നെ വന്നത്. നിനക്ക് എന്തറിയണം? 10 മാസം ചുമന്ന് പറ്റ കണക്ക് പറഞ്ഞുകൊണ്ടിരുന്നാ മതിയല്ലോ. ബാക്കിയുള്ളവൻ ഇവിടെയുള്ള ടെൻഷനും വർക്ക് പ്രഷറും ഒന്നും നിങ്ങൾ പെണ്ണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. നീ പോയി കൊച്ചിനെ റെഡിയാ പോ. ദയവേതും മക്കളെ, അച്ഛാ, നമ്മൾ റൂമിലുണ്ട്. എന്തു പറ്റിയടി? ഇന്ന് ക്ഷീണം തന്നെ? അത് ചെറിയൊരു തലയിറക്കം പോലെ. എടി, എപ്പോഴും കയറി ഇങ്ങനെ ഒരേ കിട കിടന്നു കഴിഞ്ഞാൽ തലയിറങ്ങും പോലെയൊക്കെ തോന്നും. നീ ഈ ചെറിയ കാര്യത്തിന് ഇങ്ങനെ ലീവ് എടുത്ത് ഉള്ള ലീവിനെ മൊത്തം തീർക്കല്ലേ. മക്കളെ, നീ എണീറ്റ് വാ, പോലെ കഴിക്കേ. എന്റെ വാടി. എന്തോന്ന് കരുണ ഇത്? ഈ ഛർദിലൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞ്. ഇത് കുറെയൊക്കെ നിന്റെ മനസ്സിന്റെ തോന്നലാണ് കേട്ടാ. ആഹാരത്തിന് മുമ്പിരുന്ന് ഇതൊക്കെ കണ്ടുകൊണ്ട് എങ്ങനെ ആഹാരം ഉറങ്ങും ഇവിടെ മനുഷ്യന്? ഒന്നും ഉണ്ടാക്കി വയ്ക്കയില്ല, വാങ്ങിച്ചോണ്ട് പറഞ്ഞ് കഴിക്കാനും ആശ. ഒരു മനുഷ്യൻ എത്ര പ്രാവശ്യം മൂത്രം ഒഴിക്കും ഒരു ദിവസം? നീ ഇത്ര ലൈറ്റ് ഓഫ്, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഞാൻ കൊച്ചിൻ്റെ അടുത്ത് പോയി കിടക്കട്ടാ. അയ്യോ പോലെ ശ്രീ, രാത്രി എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ? എനിക്ക് അരമണിക്കൂർ ഒരിക്കൽ പെടുക്കണല്ലേ അത്യാവശ്യം. ഒരു കഷ്ടം. ശ്രീ, അമ്മയുടെ അടുത്ത് കുറച്ചു ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞാലോ? നീ ചുമ്മാ ഇരി, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒന്നാമത് നിന്റെ അമ്മയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റൂല. എൻ്റെ അമ്മ അടുത്ത മാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അതുവരെ ഇങ്ങനെയൊക്കെ പോട്ട്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ രേണു ചേച്ചിയെ വിളിക്കാൻ. അത്രയും ദിവസം എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല ശ്രീ. ശ്രീ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ട് വരുന്നവരെ ഞാൻ ഒറ്റയ്ക്കല്ലേ. ഇതുപോലെ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വിളിക്കുന്ന പോലെ രേണു ചേച്ചി എന്നും വിളിച്ചു നിർത്താൻ പറ്റുമോ? എടി, 24 മണിക്കൂർ നിന്നെ ശുശ്രൂഷിക്ക് ആളെ നിർത്തണമെന്ന് പറയാൻ നടക്കണ കാര്യമൊന്നുമില്ല. ആദ്യത്തെ പ്രസവത്തിനെല്ലാം നോക്കിയും കണ്ട് ചെയ്തല്ലോ. അപ്പം ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പഠിക്കും. നമ്മളെയൊക്കെ വീട്ടിലെ അമ്മയും അമ്മൂമ്മയൊക്കെ സകല ജോലിയും ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിട്ട് തന്നെ 3-4 ഒക്കെ പ്രസവിച്ചത്. ഇവക്ക് മാത്രം ഒരു പുതുമ. അല്ലല്ലേ, ആണുങ്ങൾക്ക് ഇതിന്റെ ബുദ്ധിമുട്ടും വിഷമം ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എൻ്റെ പൊന്നു ദൈവമേ, ആണുങ്ങൾക്ക് പ്രസവിക്കാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ നാടകമൊന്നും കാണാതെ പുഷ്പ പോലെ ഒരെണ്ണത്തിനെ പെറ്റ് കാണിച്ചു കൊടുക്കായിരുന്നു. ഇതൊക്കെ കേട്ട് തലപ്രാന്ത് പിടിക്കണതിനേക്കാളും എന്തായാലും എളുപ്പമായിരിക്കും പ്രസവിക്കണത്. ഓ, എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കും, ചിടുങ്ങാൻ വേണ്ടി. വേണമെങ്കിൽ കിടന്ന് ഉറങ്ങുമെണ്ണേ. എന്തിനാ എന്നാലും ഇത് എങ്ങനെയടി? ഒരു പിടുത്തം കിട്ടണില്ല. കിട്ടി, എനിക്ക് കിട്ടി. കുറച്ചു നേരം മുമ്പ് നിങ്ങൾ വലിയ കാര്യമായിട്ട് പ്രാർത്ഥിച്ചില്ലേ, പ്രസവിക്കാൻ ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പുഷ്പം പോലെ പെറ്റ് കാണിക്കുമെന്ന്. ആ പ്രാർത്ഥന വലിച്ച്. അങ്ങനെയൊന്നും ആയിരിക്കൂല. ഇതുപോലെ ഗ്യാസും കയറിയതായിരിക്കും.
അപ്പൊ എന്റെ വയറ്റിൽ കിടന്ന കൊച്ചോ? കൊച്ചു ചവിട്ടിയടി. അയ്യോ കരുണ, ഒന്നുങ്ങ് വാടി. അയ്യോ ഒന്നുങ്ങ് വാടി. എനിക്ക് കാല് കൊടുക്കുന്ന വേദന, എനിക്ക് അനക്കാൻ പറ്റില്ല. ഇല്ല, ഇത് മസിൽ പിടിച്ചാ. എനിക്കൊന്ന് ബാത്റൂമിൽ പോടാ, എന്നെ പിടിച്ചേ. പിന്നെ ഈ അവസ്ഥയിൽ ഇനി ഓഫീസിലൊന്നും പോവാൻ നിൽക്കണ്ട. വിളിച്ച് ലീവ് പറഞ്ഞോ? പോടി അവിടുന്ന്. എന്തോ ഒരു മരമായി സംഭവിച്ചു. കൊച്ചൻ്റെ വയറ്റിലായെന്ന് പറഞ്ഞിട്ട് ഓഫീസിലൊന്നും ഞാൻ പോയിരിക്കില്ല. ഈ കഷ്ടപ്പാടൊക്കെ നിങ്ങൾ പെണ്ണുങ്ങൾക്കാണ്. ഞങ്ങൾ ആണുങ്ങൾ ഇത് പുഷ്പം പുഷ്പം പോലെ ഡീൽ ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഒന്ന് പിടിച്ചെനിപ്പിന് നോയിക്കൊണ്ടിരിക്കാതെ. പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി പോ. എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞെന്നൊക്കെ വെച്ചു കുഞ്ഞെൻ്റെ വയറ്റിലോട്ടാവൂ. അയ്യോ ഇതെന്താ ഫുഡിന്റെ മണം പിടിച്ചപ്പോ ഞാൻ ഛർദ്ദിക്കണേ. അതൊന്നും മാറ്റിയില്ലെങ്കിൽ ഞാൻ ഇനി മാള് വയ്ക്കും. അത് കുഴപ്പമില്ല, ചില ഫുഡിന്റെ സ്മെല്ലൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ കഞ്ഞി ഉണ്ടാക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട, കഞ്ഞിയും കറിയും വെച്ച് കളിച്ചോണ്ടിരിക്കാൻ സമയമൊന്നുമില്ല. ഞാൻ ഓഫീസിൽ പോയി ക്യാൻറ്റീനിൽ നിന്ന് വല്ലതും കഴിച്ചോളാം കേട്ടാ. പിന്നെ ഞാൻ എന്തൊക്കെ കഴിച്ചാൽ വാള് വയ്ക്കും വയ്ക്കൂല ഇതിൻ്റെയൊക്കെ കാര്യം നിനക്ക് ഏകദേശം ഒരു ധാരണ കാണുമല്ലോ. അതനുസരിച്ചുള്ള ഫുഡ് മാത്രം ഇനി വീട്ടിൽ ഉണ്ടാക്കിയാൽ മതി. അയ്യോ ഏട്ടാ, അത് അങ്ങനല്ല, വ്യത്യാസം വരും. പിന്നെ ഈ ക്യാൻറ്റീനിലുള്ള ഫുഡ് അങ്ങ് ഒഴിവാക്കിയേ. ഹെൽത്തൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഈ പണ്ടത്തെ പോലെ വരിച്ച് ഒരുപാട് ഉപദേശം നമുക്കറിയാം. ഹലോ, ഇത് നോക്കണേ, ആണുങ്ങളെ കണ്ടിട്ടില്ലേ? വണ്ടി ഇട്. ചേട്ടാ ഒന്ന് പതുക്കെ പോകട്ടാ. ചേട്ടാ ഒന്ന് പതുക്കെ പോയാട്ടാ. ഇനി ഉരുട്ടി തന്നെ വേണ്ടി വരും. ഇതെന്ത് പറ്റിയേട്ടാ? വല്ല എടുക്കാൻ മറന്നാ? ഓഫീസിൽ വിളിച്ച് കാര്യം പറഞ്ഞ് ഫുൾ ലീവ് എടുത്തടി. ഓട്ടോയിലിരുന്നപ്പോൾ തന്നെ മതിയായി. ഒന്ന് പിടിച്ചകത്തിരുത്തൂ, നിൽക്കാൻ വയ്യ. അയ്യോ അയ്യോ, എന്തൊക്കെ ഇനി വരാൻ പോണു. അങ്ങോട്ട് ചാരിയിരുന്നു. പിന്നെ ചേട്ടൻ എന്നാ റെസ്റ്റ് എടുക്കേ, എനിക്ക് ലേറ്റായി. റെഡി. നിനക്കേ ഇന്ന് ലീവ് എടുക്കാൻ പറ്റുമോ? എന്തേട്ടാ? അല്ല എനിക്ക് ഇന്നിതിപ്പോൾ ഇങ്ങനെ ആദ്യത്തെ ദിവസമല്ലേ, ഇന്ന് ഇനി എന്തൊക്കെ വരുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. അപ്പം നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ധൈര്യമായിരുന്നു. എടുക്കൂ? ആ ശരി, സാരമില്ല, ഞാൻ ലീവ് വിളിച്ച് പറയാം. കുടിക്കാൻ എന്തെല്ലാം എടുത്തോണ്ട് വരേ. അതൊന്നും പ്രശ്നമില്ല, കഴിക്കേ. ആദ്യത്തെ പ്രസവത്തിനായാലും ഇപ്പോഴായാലും
എനിക്ക് പേടിയാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഒന്നും ഇരുന്നിട്ടൊന്നുമില്ല. ഞാനായോണ്ട് കൊള്ളാം. അച്ഛാ ഓ അച്ഛാ അച്ഛ അമ്മയെ മാമോണെ കഴിഞ്ഞ എല്ലായിടത്തും സ്കൂളിൽ പറഞ്ഞു. ശരി മിടുക്കി. നാളെ തൊട്ട് ടിക്കറ്റ് വെച്ച് എക്സ്കർഷനും കൂടെ കൊണ്ടുപോയി നീ എല്ലാരെയും. നല്ല ഐഡിയ. നാളെ തന്നെ എല്ലാവരും വിളിച്ചോണ്ട് വരാം. അതെങ്ങനെയാണ് നിന്റെ കിണട്ട് കുത്തി കൊച്ചിന് അതുപോലെ കിട്ടിയത്? ഇനി എന്നെ പറ. പിന്നെ നീ ഇപ്പോൾ ലീവ് എടുത്ത് കുറേ ആയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നില്ലേടി. നമുക്ക് അമ്മ ഇങ്ങോട്ട് വിളിച്ചാലോ? ഈ കാര്യം അറിഞ്ഞപ്പോൾ തൊട്ട് അമ്മയ്ക്ക് ഒരു ടെൻഷനുണ്ട്. അല്ലെങ്കിലും സ്വന്തമായിട്ട് ഓരോരുത്തർക്കും ഓരോന്ന് വരുമ്പോഴേ പലർക്കും പലതും മനസ്സിലാവും. ഞാൻ എന്തായാലും അമ്മയെ വിളിച്ച് പറയാം. എന്നാ കഴിച്ചോ. ഇതൊക്കെ ഓരോ ചടങ്ങ് തന്നെ. ഞാൻ പറഞ്ഞതൊക്കെ എനിക്ക് തന്നെ തിരിച്ചു വരാനുള്ളൂ ദൈവമേ. അമ്മ ഇത് എന്ത് കോലോടാ ഇത്? അത് വേറെ ഒന്നുമല്ലമ്മ, എൻ്റെ എല്ലാ ഡ്രസ്സും ഇപ്പോൾ ടൈറ്റായി. ഇപ്പോൾ 2-3 കയറും. അത് നനച്ചിട്ടിട്ട് ഉണങ്ങാത്തതുകൊണ്ട് അവളുടെ ഒരു നൈറ്റി എടുത്തിട്ട് ഇത് കൊള്ളാം. കരുണേ, അമ്മ ഒന്നടി നോക്ക്. മോൾ അടുക്കളയിലായിരുന്നാ? ഓ അമ്മ അടുത്ത മാസം വരുന്നവരെ സ്ത്രീ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞതാ. പക്ഷെ ഞാൻ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ സ്ത്രീ ഒറ്റയ്ക്കാവില്ലേ, അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ. അതിനെന്താ മക്കളെ, നിന്റെ ആവശ്യമായാലും അവന്റെ ആവശ്യമായാലും നിങ്ങൾ വിളിച്ചാൽ ഞാൻ ഉടനെ വരൂലേ? അതെനിക്ക് അറിയാലോ. പക്ഷെ സ്ത്രീ പറയുന്നതേ അമ്മയും അമ്മൂമ്മയൊക്കെ വീട്ടിലെ സകല ജോലിയും ചെയ്ത് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി 3-4 ഒക്കെ പ്രസവം മാനേജ് ചെയ്ത ആൾക്കാരല്ലേ. അപ്പൊ പിന്നെ സ്ത്രീക്കൊക്കെ ഇത് നിസ്സാരമാണെന്നാ പറയുന്നത്. മതി 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 മതി. അമ്മ ഇപ്പൊ എന്തായാലും വന്നല്ലോ അല്ലേ? ഇനി തൊട്ട് നീ ലീവ് ക്യാൻസൽ ആക്കി നാളെ തൊട്ട് ജോലിക്ക് വെക്കും. എന്റെ കാര്യമൊക്കെ അമ്മ നോക്കിക്കോളും കേട്ടോ. അമ്മ ഫ്രഷായിട്ട് വാ. അമ്മ ഈ സമയമൊക്കെ പതുക്കെയൊക്കെ നോക്കി നടക്കണ്ടേ? പതുക്കെ പതുക്കെ ഇങ്ങോട്ട് വാ. എന്തിനമ്മായത് ഒരെണ്ണം വെച്ച് ഞാൻ പെടുന്ന അവസ്ഥ. പതുക്കെ പതുക്കെ. നിങ്ങളൊക്കെ 3-4 ഒക്കെ എങ്ങനെ പറ്റുന്നുള്ളത്? ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല കുഴപ്പമില്ല. നല്ല ആശ്വാസമുണ്ട് ഡോക്ടറെ. ഈ ബാക്ക് പെയിനും നെഞ്ചരിച്ചിലും ഒക്കെ കാരണം എൻ്റെ കിളി പോയിരിക്കുകയായിരുന്നു. ഇവന് ഭയങ്കര ടെൻഷനാ. രാത്രി ഒഴുക്ക് ബാക്ക് പെയിൻ കാലുവേദന എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കേണ്ട ശ്രീദർശേ, ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള പെയിൻ ആണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാൻ ഇവിടെ 24/7 ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. ഡോക്ടർ, ഈ പ്രസവത്തിന് ശേഷമുള്ള പോസ്റ്റ്നേറ്റൽ ട്രീറ്റ്മെന്റ് ഒക്കെ ഇവിടെ ചെയ്യോ? ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒന്നും എന്നെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ഭയങ്കര നടുവേദനയൊക്കെ ഉണ്ട്. ഇതാണ് പ്രശ്നം. പ്രസവത്തിന് ശേഷം അമ്മമാരുടെ ബോഡി, മസിൽ, യൂട്രസ് ഒക്കെ പഴയ പോലെ റിക്കവർ ആവണമെങ്കിൽ മരുന്നും ഒഴിച്ചിലൊക്കെ കൊടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പ്രായം കൂടുന്തോറും നടുവേദനയും സന്ധിവേദനയും ഒക്കെ തുടങ്ങും. ഇവിടെ പരിത്രാണയിൽ പോസ്റ്റ്നേറ്റൽ ട്രീറ്റ്മെൻറ്റിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ നമ്മുടെ സീനിയർ ഡോക്ടർ ലതാ മാമിന് 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. മാം ആണെങ്കിൽ പോസ്റ്റ്നേറ്റൽ, പ്രീനേറ്റൽ ട്രീറ്റ്മെൻറ്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൂടാതെ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് അവരുടെ മെൻ്റൽ വെൽനെസ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു സെപ്പറേറ്റ് വിങ്ങും ഇവിടെയുണ്ട്. മീര, നമ്മുടെ ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഓക്കെ മാം, വന്നോളൂ. ഞാൻ താഴെ ഉണ്ടാവും. ശരി, എല്ലാം ഓക്കെ അല്ലേ? ആ, റൂമൊക്കെ നന്നായിട്ടുണ്ട്. ഇവിടെ സ്റ്റേ ചെയ്തിട്ടാണോ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്? നമുക്കിവിടെ ഇൻപേഷ്യൻ്റ്, ഔട്ട് പേഷ്യൻ്റ് ആൻഡ് ട്രിവാൻഡ്രത്തിലോട്ട് ഏതൊരു ലൊക്കേഷനിലേക്കും ഹോം കെയർ സർവീസ് ഉണ്ട്. അല്ല, മദർ ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ 10 നേരത്തേക്കുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് ഞങ്ങൾ തരും. ഉലുവാക്കഞ്ഞി, പച്ചിലക്കുറുക്ക്, അങ്ങനെ ഫാസ്റ്റർ റിക്കവറിക്ക് സഹായിക്കുന്ന ഡയറ്റ് ആയിരിക്കും തരുന്നത്. പിന്നെ പോസ്റ്റ്നേറ്റൽ ട്രീറ്റ്മെൻറ്റിനാണെങ്കിലും മറ്റേതൊരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിനാണെങ്കിലും ഇവിടെ ഓത്തൻറ്റിക് ആയിട്ടുള്ള കോട്ടക്കൽ ആയുർവേദശാലയിലെ മെഡിസിൻസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഡോക്ടർ, നമ്മളിത് എത്ര ദിവസം ചെയ്യേണ്ടി വരും? അതിപ്പോൾ 7, 14, 21, 28 അങ്ങനെ 41 ദിവസം വരെയുള്ള പാക്കേജുകൾ ഇവിടെ ഉണ്ട്. അമ്മ എന്തായാലും കൈയോടെ പറയണം. മുഖ്യം ഡെലിവറി കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഒഴിച്ചിലും പിടിച്ചിലും ഒക്കെ വേണ്ടി വരും. സ്വന്തമായിട്ട് വന്നപ്പോൾ കണ്ടോ അമ്മ? ഒന്ന് അനങ്ങി നടക്കടാ.
ഹലോ, ഫ്രണ്ടിൽ എക്സ്ട്രാ ലഗേജ് ഉണ്ട്, കുറച്ച് പാടുണ്ട് ഇതൊക്കെ. ഇത് ആരടുത്താണ് പറയണത്? ഓ, അത് ഓർത്തില്ല എൻ്റെ പൊന്നോ. ശരി. ഹലോ. ഇതറിഞ്ഞപ്പോ തൊട്ട് ചേട്ടനെ കാണാൻ ഇരിക്കുവായിരുന്നു. മോർണിംഗ് വാക്ക് ആയിരിക്കും അല്ലേ? നടക്കട്ടെ നടക്കട്ടെ. ഈ സമയം ചെയ്യേണ്ട കുറേ എക്സസൈസസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം കേട്ടോ. ഡെലിവറി കഴിഞ്ഞിട്ട് വാവയെ കാണാൻ വരുന്നുണ്ട്. ആ പിന്നെ എനിക്ക് ചേട്ടൻ്റെ അടുത്ത് കുറേ ഡൗട്ട്സ് ചോദിക്കാനുണ്ട്. അപ്പൊ സൗര്യം പോലെ കാണാം. ഓക്കെ, ബൈ. ഇനി മുറ്റത്തുള്ള ഒരു പരിപാടി വേണ്ട. അകത്ത് കയറി എന്നെ അകത്ത് വല്ലതും ചെയ്യിപ്പിക്കണേ ചെയ്യിച്ചാൽ മതി. അമ്മ അവളെ കിന്നാരം ചോദിപ്പാൻ വന്നിരിക്കുന്നു. വരട്ടവള് സംശയവും ചോദിച്ചോണ്ട് വളഞ്ഞേ. എടാ, കുനിഞ്ഞടിയിലെല്ലാം ഒന്ന് തൂക്കടാ. കുനിഞ്ഞ് നിന്ന് ചെയ്താലേ വയറ്റ് കിടക്കണ കൊച്ചു ആരോഗ്യമായിട്ട് വരുള്ളൂ. മിണ്ടരുത് സ്ത്രീയെ. സ്വന്തം മക ഒരു ഗർഭിണനല്ലേ, പാവുമല്ലേ, വീട്ടിൽ വന്നാൽ വല്ല കുങ്കുമപ്പൂവ പാലും ഒക്കെ കലക്കി കൊടുത്താൽ, ഫ്രൂട്ട്സ് അരിഞ്ഞു കൊടുത്താൽ, കൈയും കാലും ഒക്കെ തടവി കൊടുത്താൽ എന്നല്ലാതെ എന്നെ കുഞ്ഞു നൂത്ത് ഇവിടെ കിടന്ന് പണിയെടുപ്പിച്ച് ദ്രോഹിക്കാനാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അമ്മ വേണ്ട. തിരിച്ച് വീട്ടിൽ പോ. നിന്റെ നല്ലതിനല്ലേ ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അങ്ങനെ എൻ്റെ നടുവ് അടിച്ചോണ്ട് എനിക്ക് ഒരു നല്ലതും വേണ്ട. എടാ, നിന്റെ പ്രായത്തിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടാ ഇപ്പൊ ഞങ്ങൾ ആരോഗ്യമായിട്ട് ഇരിക്കണത്. അത്രയ്ക്ക് ആരോഗ്യം കൂടുതൽ കിടക്കണമെങ്കിൽ വല്ല ചുമടെടുക്കാനും പോ. എന്നിട്ട് ദ്രോഹിക്കാം. എൻ്റെ കൊച്ചു തിരക്ക് നിങ്ങളടുത്ത് പകരം ചോദിക്കും തള്ളേ. ആദ്യത്തെ പ്രസവമായതുകൊണ്ട് ചെറിയ ടെൻഷനൊക്കെ കാണും. പേടിക്കണ്ട, അടുത്തൊരു കുഞ്ഞു കൂടെ വരുമ്പം ഇതെല്ലാം അങ്ങ് ശരിയായിക്കോളും. എടാ, എനിക്ക് ഓഫീസിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ ഒന്ന് വന്നേ. ഒറ്റയ്ക്ക് എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് പിടിച്ചെണീപ്പിക്കണം. വാ. വയറ് കണ്ടിട്ട് ആൺകുഞ്ഞാതാ പോകുന്ന മാമി. എന്ന് ഡേറ്റ് പറഞ്ഞേക്കുന്നേ? അല്ലടാ, നിന്റെ കാര്യത്തിൽ ഈ നോർമൽ ഡെലിവറി ഒന്നും പറ്റൂലല്ലോ അല്ലേ? അപ്പോൾ പിന്നെ ഇത് ഏത് വഴി? ഇത് സംഭവിച്ച ദിവസം തന്നെ ഞാൻ നന്നായിട്ട് പരിശോധിച്ചു. എൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾക്ക് ഒന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് വല്ല സിസേറിയൻ മാത്രമായിരിക്കും ഓപ്ഷൻ. ഓഫീസിൽ നിന്ന് എല്ലാവരും നിന്നെ കാണാൻ വേണ്ടി പലഹാരങ്ങളായിട്ട് വരുന്നുണ്ട്. എൻ്റെ പൊന്നും, ആരും ഇങ്ങോട്ട് വരണ്ട. ദയവ് ചെയ്ത് നിങ്ങളായിട്ട് അതെങ്ങനെയെങ്കിലും ഒഴിവാക്കിത്താ. അതേ പറഞ്ഞാൽ നിങ്ങൾ വന്ന പോലും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെനിക്ക് മനസ്സിലായി. എന്നാലും ഇത് വലിയ കഷ്ടപ്പാട് തന്നെയല്ലേടേ? കഷ്ടപ്പാടെന്നൊക്കെ പറഞ്ഞാലും പോരാ, സ്വന്തമായിട്ട് അനുഭവിച്ച് നോക്കണം, അപ്പം മനസ്സിലാവും. എൻ്റെ പൊന്നോ, വേണ്ടേ? ഞങ്ങളിപ്പോൾ ഒരു കൊച്ചിനും കൂടെ വേണ്ടി നോക്കുക. എങ്ങാനും അവൾ കൺസീവ് ആവുകയാണെങ്കിൽ ഞാൻ അവളെ പൊന്നു പോലെ നോക്കിക്കോണം. എന്നെ കൊണ്ട് ഇതൊന്നും അനുഭവിക്കാൻ വയ്യ എൻ്റെ ദൈവമേ. നീ എന്ത് മക്കളെ വല്ലാതിരിക്കുന്നത്? ഇതെന്തെങ്കിലും ശാപമായിരിക്കും അമ്മ? അതോ ഞാൻ ഇനി ചെയ്ത എന്തെങ്കിലും തെറ്റിൻ്റെ ഫലമാണോ ഈ കിടന്ന് അനുഭവിക്കണേ? അതെന്ത് മക്കളെ അങ്ങനെ ചോദിച്ചേ? ഇപ്പോൾ അരവിന്ദേട്ടൻ വന്നില്ലേ, ഇങ്ങനെയൊന്നും ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞ് പേടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓഫീസിലൊക്കെ ഉള്ളവർ എന്നെ ഇപ്പോൾ കളിയാക്കണുണ്ടാവൂലേ? എന്നെ ഒരാണായിട്ടെങ്കിലും ഇനി അവരൊക്കെ കണക്കാക്കൂ. മക്കളെ, നീ ഒരിക്കലും അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ. ലോകത്ത് ഒരു ആണുങ്ങൾക്ക് കിട്ടാത്ത അനുഗ്രഹമാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നാട്ടുകാർ എന്ത് പറയുമെന്ന് പറഞ്ഞ് മക്കൾ പേടിക്കണ്ട. ഒരു സ്ത്രീ അമ്മയാകുമ്പോൾ എന്തൊക്കെ അനുഭവിക്കണമെന്ന് പല ആണുങ്ങളും മനസ്സിലാക്കാറില്ല, നിൻ്റെ അച്ഛൻ ഉൾപ്പെടെ. പറഞ്ഞാലും ഉൾക്കൊള്ളാൻ പാടാണ്. പക്ഷെ ആദ്യമായിട്ട് ഒരാണിന് ഇത് അനുഭവിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. നീ ഒരു കുഞ്ഞിന് ജീവൻ കൊടുക്കാൻ പോവുകയാണ്. നിന്നെ വിചാരിക്കുമ്പോൾ എനിക്ക് അഭിമാനമേ ഉള്ളടാ. എന്തു പറ്റി ശ്രീ? ഞാൻ കുറേ നേരമായിട്ട് ശ്രദ്ധിക്കുക. അത് പിന്നെ ഡെലിവറി അടുത്ത് വരുന്നതിൻ്റെ ടെൻഷനായിരിക്കും അല്ലേ? എല്ലാം ഓക്കെ ആയിരിക്കും. ശ്രീക്ക് ഒരു കുഴപ്പവും വരില്ല. എന്നെക്കുറിച്ച് ഓർത്ത് എനിക്കിപ്പോൾ ഒരു ടെൻഷനും ഇല്ലടി. നമ്മുടെ കുഞ്ഞൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ജനിക്കണം. ഞാൻ ഇപ്പം അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കുഞ്ഞിൻ്റെ അനക്കം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ,
നെഞ്ചിൻ്റെ ഉള്ളിലൊരു പടവടപ്പാണ്. അന്ന് സ്കാനിങ് റിപ്പോർട്ട് കയ്യിൽ കിട്ടുന്നവരെ ഞാൻ അനുഭവിച്ചൊരു ടെൻഷനുണ്ടല്ലോ, നീ ഇവിടെ ഉണ്ടായിരുന്നോണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിന്നത്. ദക്ഷമോളെ കൺസീവ് ആയിരിക്കുന്ന സമയം നീ എന്തെങ്കിലും സങ്കടം പറഞ്ഞാൽ ഞാനതൊന്നും മനസ്സിലാക്കാൻ പോലും ശ്രമിച്ചിട്ടില്ലല്ലേ. ഇതേപോലെ കാലിന് നീര് വന്ന് കിടക്കുമ്പോഴായാലും അസുഖമൊന്നുമല്ലല്ലോ കിടന്ന് നിലവിളിക്കാനെന്നൊക്കെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ. നിനക്കായാലും അമ്മയ്ക്കായാലും ലോകത്തുള്ള സകല പെണ്ണുങ്ങൾക്കും ഫിസിക്കലി വരുന്ന ചേഞ്ചസ് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ 9 മാസവും നിങ്ങളുടെ ഉള്ളിലൂടെ എന്തൊക്കെയാണ് കടന്നു പോകുന്നതെന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആദ്യമൊക്കെ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ദൈവം എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നായിരുന്നു. നാട്ടുകാരൊക്കെ കളിയാക്കുന്നുള്ള പേടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു സത്യം പറയട്ടെ, എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണിത്. നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തൊരു ജീവന് വേണ്ടി നമ്മുടെ ലൈഫ് തന്നെ കൊടുക്കാവുന്നൊരു ഫീല്. ഓരോ അമ്മയുടെ സ്നേഹവും അത് വേറെ തന്നെ അല്ലേടി. ഇപ്പം എൻ്റെ പ്രാർത്ഥന മൊത്തം നമ്മുടെ കുഞ്ഞ് ഹെൽത്തി ആയിട്ട് ജനിക്കണമെന്ന് മാത്രമാണ്. ശ്രീ, അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്ന മൊമെൻ്റ് മാത്രം ആലോചിച്ചാൽ മതി. മോനായാലും മോളായാലും നല്ല ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് വരും. എന്താ ശ്രീ, എന്താ വേദന എടുക്കുന്നടി. അമ്മേ, എന്താ പറ്റി? അമ്മേ, ഒന്ന് ഓടി വാ. ശ്രീ, ശ്രീ പേടിക്കാതെ പേടിക്കാതെ, കുഴപ്പമില്ല കുഴപ്പമില്ല, കിടക്ക് 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 ശ്രീ, കിടക്ക് കിടക്ക് ശ്രീ, കിടക്ക്. കുഴപ്പമില്ല കുഴപ്പമില്ല, പേടിക്കാതെ പേടിക്കാതെ, കുഴപ്പമില്ല കുഴപ്പമില്ല. അമ്മ ഒന്ന് ഓടി വന്നേ, കുഴപ്പമില്ല അമ്മ. ശ്രീ, എന്ത് പറ്റി ശ്രീ? ശ്രീ എന്താണ്? ശ്രീ, ശ്രീ എന്ത് പറ്റിയെന്ന്? നമ്മുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞ് എന്ത് പറ്റി? നമ്മുടെ കുഞ്ഞിന് എന്ത് പറ്റിയെന്നാ? സ്വപ്നം വല്ലതും കണ്ടോ ശ്രീ? പേടിപ്പിച്ച് കളഞ്ഞല്ലോ. സമാധാനായിട്ട് കിടക്കൊന്നുമില്ല. കരണേ, നീ റെഡിയായി കഴിഞ്ഞാൽ പറഞ്ഞോ കേട്ടാ, നമുക്ക് ഇറങ്ങാം. എങ്ങോട്ട്? ചെക്കപ്പിന് കൊണ്ടേ. അതിന് ശ്രീക്കൊന്നും മീറ്റിംഗ് ഇല്ലേ? രേണു ചേച്ചി ഇപ്പോൾ വരും. രേണു ചേച്ചി വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് വരണ്ടെന്ന്. പിന്നെ ഓഫീസിൽ വിളിച്ച് ലീവും പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് മതി ബാക്കിയൊക്കെ കേട്ടാ. വേറെ റെഡിയാ. ഓരോ സ്ത്രീകളും അവരുടെ പ്രഗ്നൻസി ജേണിയിൽ നമ്മൾ ഭർത്താക്കന്മാർക്ക് കാണാനോ ഒരിക്കലും ഫീൽ ചെയ്യാനോ കഴിയാത്ത ഒരുപാട് വേദനകൾ ഉള്ളിൽ ഒളിപ്പിക്കുന്നു. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രസവം എന്ന് പറയുന്നത് ലിറ്ററലി ഒരു പുനർജന്മമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അവർ ഈ വേദനയൊക്കെ സഹിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ വേദനയിൽ അവരുടെ ഏറ്റവും വലിയ കംഫർട്ട് സോൺ ആയിരിക്കേണ്ടത് നിങ്ങളാണ്. ഓരോ പ്രാവശ്യവും സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കുമ്പോൾ അവർ ആ സന്തോഷം ആദ്യം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതും നിങ്ങളോടായിരിക്കും.
ഇന്ന് നിങ്ങളുടെ ഭാര്യ പ്രഗ്നൻസിയിൽ അനുഭവിക്കുന്ന ഓരോ അസ്വസ്ഥതകളും വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് വേണ്ടി അനുഭവിച്ചിട്ടുള്ളത്. അന്ന് അമ്മയുടെ വിഷമം കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്ന് ഭാര്യയിലൂടെ നിങ്ങളത് കാണുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ മറക്കാതിരിക്കുക. നിങ്ങളുടെ കുഞ്ഞിനെ ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഈ ലോകത്ത് കൊണ്ടുവരേണ്ടത് അവരുടെ മാത്രം ഉത്തരവാദിത്വമല്ല, അത് നിങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ഭാര്യയെ പ്രഗ്നൻസി ജേണിയിൽ ഒറ്റയ്ക്കാക്കാതിരിക്കുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഞങ്ങളുടെ ഓരോ വീഡിയോസും കുടുംബങ്ങളിൽ കൂടുതൽ സന്തോഷം കൊണ്ടുവരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ SK Talksന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK Talksന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയെണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതയം നൽകുന്ന പരിത്രാണ ആയുർവേദ. അമ്മയ്ക്കും കുഞ്ഞിനും ആയുർവേദ പരിലാളനം. പ്രസവരക്ഷ ഇനി പരിത്രാണയിലൂടെ.